യഥാർത്ഥത്തിലെ പ്രശ്നത്തിൽ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന സംഭവം, നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് ഡിമാൻഡ് ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കിഡ്നി പോവുക, ഇത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കമ്പനിക്കാരൊക്കെ എത്ര നമ്മളെ ശ്രദ്ധിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഒരു കമ്പനിക്ക് നമ്മളെ പിടിച്ചിർത്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 40-30 വയസ്സുണ്ടെങ്കിൽ 60 വയസ്സിൻ്റെ ബ്രാൻഡിൽ ഇരിക്കുകയുള്ളൂ. കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കെമിക്കലല്ലേ. അപ്പം നമുക്ക് ആ വഴിക്ക് പോയിട്ട് ചിന്തിക്കാം. അപ്പം അതിനേക്കാളെല്ലാം മനസ്സിൻ്റെ കണ്ടന്റ് വേണം. ഇപ്പം ഇവിടെ നല്ല പ്രായമാണ്, പറയണം എനിക്കൊരു കൂട്ട് കിട്ടണമെന്ന് തോന്നിയായിരുന്നു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു കർത്താവിനോട്, കർത്താവേ നിന്നേക്കാൾ നല്ല കൂട്ട് ആർക്കും തരാൻ പറ്റത്തില്ലെന്ന്. അത് കേൾക്കാൻ നല്ല രസമാണ്. എൻ്റെ ടൈപ്പ് ജീവിതത്തിൽ ജീസസ് നിന്നെ പോലെ നല്ല കൂട്ട് അതാണ് ഗൂഗിൾ കൃഷ്ണനായി പറയണമെന്ന് ഓർക്കണം. ഇതിലുള്ള ജ്ഞാനം എന്ന് പറഞ്ഞ പണ്ടാര ജ്ഞാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും റാലിക്ക് ചില ആൾക്കാർ ഓടുകയില്ലേ, നടന്നു വരുമ്പോൾ ഓടുകയില്ലേ, ഓടുമ്പോ നടന്ന് കയറാൻ വരുമ്പോ ചില ആൾക്കാർ ഓടുമ്പോ ഇവിടെ ഇങ്ങനെ ഈ ഓട്ടത്തിനകത്ത് ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചു. ആ രണ്ട് ഓടുന്ന കണ്ടപ്പോ ഇവള് ഓടി മുമ്പിലെത്തി മലാലെടുത്ത് എത്തണമായിരിക്കും ചിലപ്പോ പരിപാടി എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒക്കെ മനസ്സിലായി ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്നത് അമ്മയുടെ റാലി കൂടാനല്ല വന്നത്. ഞാൻ ഓട്ടം നിർത്തിയപ്പോൾ എനിക്ക് കാര്യം ഭയങ്കര ചൂടാണ്. ശരിയാ, നമ്മൾ വെയിലത്തൂടിയിലേ പോയി, നല്ല പൊള്ളണ വെയിലത്തൂടിയാണ് പോയത്. ഇപ്പൊ ശരിയൊക്കെ വിറക്കാൻ തുടങ്ങി. അപ്പൊ ഈ അവിടെ നിന്ന് തണുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ബോഡി വേറെ കണ്ടീഷനാകും ഒരാഴ്ച. പിന്നെ ശരിയായി പറഞ്ഞെങ്കിൽ അയ്യോ എൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ഗതികേടായിരുന്നു. ചൊറിഞ്ഞും മാന്തിയൊക്കെ ഞാൻ കണക്കിനാണ് ഈ ഫ്രാൻസിലൊക്കെ ജീവിച്ചത്. ചുണ്ടൊക്കെ അവിടെ വല്ലാത്ത പരിശോധന, ചൊരിയും ഇങ്ങനെ പൊടി വന്ന് വയസ്സന്മാരൊക്കെ ഇരിക്കും, പൊടിയൊക്കെ കയറി ശരീരത്തിൽ മുഴുവൻ പൊടി പോലെയൊക്കെ വരും. അതുകൊണ്ട് അവരെല്ലാം കുറേ സാധനങ്ങളൊക്കെ തേച്ചാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പൊ അത് ഇവര് വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര ചൂട്, തണുപ്പിലും ചൂടൊക്കെ വന്നത്. അപ്പോൾ ഈ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല. ഉടനെ ഗോകുൽ കൃഷ്ണ പറയുവേ, കർത്താവേ എനിക്കിത് റാലി പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ശുദ്ധീകരണത്തിന് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ചൂട് കാഴ്ചവെക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ജ്ഞാനസാരപ്പെടാത്തൊരു സന്തതി പറയുന്ന സംഭവം പ്രാർത്ഥനയാണിത്. എൻ്റെ പൂർവ്വപിതാക്കന്മാർ ശുദ്ധീകരണത്തിൽ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ ഇപ്പം സഹിക്കാനാവാത്ത ചൂട് ഞാൻ ഇതാരൊക്കെ പറഞ്ഞു കൊടുക്കണേ? പരിശുദ്ധാത്മാവല്ല. അവന് ആര് പറഞ്ഞു കൊടുക്കാൻ? ഏത് വേദപാഠം പഠിച്ചിട്ടാണ്? ഒരു വേദപാഠം പഠിപ്പിക്കാത്തവരെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.